ലോകത്തിൽ കറൻസി ഇല്ലാത്ത ഒരേ ഒരു നഗരം. നമ്മളെ പോണ്ടിച്ചേരിയിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഞങ്ങൾ ആദ്യം വന്നിരിക്കുന്നത് ഓറോവിൽ എന്ന അത്ഭുത നഗരത്തിലേക്കാണ്. പോണ്ടിച്ചേരിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം. ഇങ്ങോട്ട് വരുന്നോണ്ട് ശ്രദ്ധയ്ക്ക് ഒരു അന്തവും കുന്തവും ഇല്ലാതെ വരുവാണെങ്കിൽ നിങ്ങൾക്കൊരു കുന്തവും മനസ്സിലാവത്തില്ല. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ആദ്യം വന്നപ്പോൾ ഞങ്ങൾക്കൊരു തേങ്ങയും മനസ്സിലായില്ല. പിന്നെ ഇവിടുത്തെ ഈ തിരക്കൊക്കെ കണ്ടപ്പോഴാണ് ഒരു കാര്യം ഞങ്ങൾക്ക് പിടികിട്ടിയത്. എന്തോ വലിയൊരു സംഭവമാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ ഞങ്ങൾ മൊബൈൽ എടുത്ത് ഓറോവില്ലെ കുറിച്ച് ഫുള്ള് പഠിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള യാത്ര തുടർന്നത്. പിന്നെ അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളും ചെറിയ കൗതുകത്തോടെയാണ് എല്ലാം നോക്കിക്കണ്ടത്. അതുകൊണ്ട് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് കുറച്ചെങ്കിലും പഠിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. 20 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ഓറോവിൽ 1968 സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ച ആളെ പേരൊന്നും വായ വരുന്നില്ല, നമുക്ക് ബാക്കി പറയാം. ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണോ അതിന്റെ നേർ വിപരീതമാണ് ഇവിടെ ഉള്ളവർ ജീവിക്കുന്നത്. മനസ്സിലായില്ലല്ലേ? നമ്മളുടെ ഇടയിൽ നടക്കുന്ന രാഷ്ട്രീയം, മതം, ജാതി, വർണ്ണം, അതേപോലെ വേറെന്തൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഇല്ല. എന്തിനു തന്നെ പറയണം, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കറൻസി ഇല്ലേ, അതുപോലും ഇവിടെ ഇല്ല. കറൻസിക്ക് പകരമായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ഓറോ കാർഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമാണ്. പിന്നെ ഇവരെങ്ങനെയാ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ കൃഷിയുണ്ട്, വ്യവസായമുണ്ട്, അതേപോലെ എന്തൊക്കെയോ കരകൗശല വസ്തുക്കളൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് വിൽക്കും. ദാ ഈ കാണുന്ന 10 പൈസ കോയിൻ എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ 2 രൂപയെന്നും പറഞ്ഞു. എനിക്കൊന്ന് അതുകൊണ്ട് ചേഞ്ച് ആക്കിയിട്ട് ഓറോ കാർഡ് ആക്കുവായി. ഇവിടെ ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഏകദേശം 60 രാജ്യങ്ങളിൽ നിന്ന് 3000-ഓളം ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഒരു ഒറ്റ മൈൻഡ് ജീവിതം. വേൾഡിൽ തന്നെ രാഷ്ട്രീയമില്ലാത്ത, മതമില്ലാത്ത, വർണ്ണമില്ലാത്ത, കറൻസി ഇല്ലാത്ത ഒരേ ഒരു നഗരം ദാ ഈ കാണുന്നത്. അതുകൊണ്ട് ഈ സ്ഥലത്തിനെ പരീക്ഷണ പട്ടണം എന്നും പറയപ്പെടുന്നു. ദാ ഈ കാണുന്ന സ്വർണ്ണഗോളം പോലെ ഇരിക്കുന്ന മാതൃമന്ദിർ കാണാനാണ് എല്ലാവരും ഇവിടെ വരുന്നത്. നമുക്ക് ഇത്രയും ദൂരത്ത് നിന്ന് ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. ഇനി അതിനകത്ത് കയറാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ 3 ദിവസത്തിന് മുന്നേ ഒക്കെ ബുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇപ്പൊ കയറുന്നതാണ് ഇൻഫർമേഷൻ സെന്റർ. ഇതിന്റെ അകത്ത് ഓറോവില്ലെ കുറിച്ച് ഫുള്ള് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ മാതൃമന്ദിറിന്റെ മോഡൽ ഉണ്ടായതുകൊണ്ട് അതിന്റെ അകത്തുള്ള സംഭവങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. മാതൃമന്ദിർ കാണാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നടക്കാൻ ഉറപ്പുള്ളവർ മാത്രമേ ഇങ്ങോട്ട് വരാം. നടന്ന് നിങ്ങൾ പിടയും. എന്നാലും മനസ്സ് വിടാതെ മുന്നോട്ട് തന്നെ പോകണം. പോകുന്ന വഴി നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ അലിഞ്ചൂസ് പെരേരയുടെ സർവാണിയൊക്കെ ഇട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിനെ കാണാൻ കഴിയും. ഓറോവില്ലയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ദാ ഈ കാണുന്ന ആൽമരം. ഒരൊറ്റ ആൽമരത്തിൽ നിന്നാണ് ഇത്രയും വേരിറങ്ങി ഇത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. വെയിലടിച്ച് വാടിത്തളർന്നിട്ട് നിൽക്കുവാണെങ്കിൽ ഇതിന്റെ മൂട്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ആരും മറക്കണ്ട. ഇനി ഒരു സന്തോഷമുള്ള കാര്യം പറയും, ഇവിടുന്ന് നിങ്ങൾ തിരിച്ച് നടക്കേണ്ട കാര്യമില്ല, ബസ്സുണ്ട്. വെയിലടിച്ച് 4 മണിക്കൂറോളം ക്യൂ നിന്ന് ബസ്സിൽ കയറാൻ ആഗ്രഹം